രാജ്യം കടുത്ത തൊഴിലില്ലായ്മയിലൂടെയും ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ പ്രതിസന്ധികളിലൂടെയും കടന്നുപോകുമ്പോൾ ഡൽഹിയിലെ ജന്തർ മന്ദറിൽ അടുത്തിടെ നടന്നൊരു വേറിട്ട പ്രതിഷേധം ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു. അഭിജിത് ദീപ്കയുടെ നേതൃത്വത്തിൽ കോക്രോച്ച് ജനതാ പാർട്ടി അഥവാ CJP നടത്തിയ ആ സമരം. എന്നാൽ ഈ സമരത്തിന് ഡൽഹി പോലീസും കേന്ദ്ര സർക്കാരും വളരെ എളുപ്പത്തിൽ അനുമതി നൽകിയതിന് പിന്നിലെ രാഷ്ട്രീയം എന്താണ്? കഴിഞ്ഞ ജൂൺ 6 ഡൽഹിയിലെ ജന്തർ മന്ദറിൽ കോക്രോച്ച് ജനതാ പാർട്ടി നടത്തിയ പ്രതിഷേധം പലരെയും അത്ഭുതപ്പെടുത്തി. സാധാരണയായി കേന്ദ്ര സർക്കാരിനെതിരെയുള്ള സമരങ്ങളെ കടുത്ത രീതിയിൽ നേരിടാനുള്ള ഡൽഹി പോലീസ് ഇവിടെ പ്രകടിപ്പിച്ചത് തികച്ചും സഹകരാത്മകമായ നിലപാടായിരുന്നു. യാതൊരുവിധ തടസ്സങ്ങളുമില്ലാതെ എല്ലാ അനുമതികളും പ്രതിഷേധക്കാർക്ക് ലഭിച്ചു. ഇതോടെ ഈ സമരത്തിന് പിന്നിൽ BJP സർക്കാരിന്റെ നിശബ്ദ പിന്തുണയുണ്ടോ എന്ന രീതിയിലുള്ള അഭ്യൂഹങ്ങൾ വരെ പരന്നു. എന്നാൽ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് മറ്റൊന്നാണ്. യുവാക്കളുടെ അമർഷം അണപൊട്ടിയൊഴുകുമ്പോൾ അതിനൊരു സേഫ്റ്റി വാൽവ് ഒരുക്കുക, രാജ്യം ഇപ്പോഴും ജനാധിപത്യപരമായാണ് മുന്നോട്ട് പോകുന്നത് എന്ന് വരുത്തി തീർക്കുക, സോഷ്യൽ മീഡിയയ്ക്കപ്പുറം ഈ പുതിയ കൂട്ടായ്മയ്ക്ക് എത്രത്തോളം ജനപിന്തുണയുണ്ടെന്ന് അളക്കുക. ഇതാണ് കേന്ദ്ര സർക്കാർ ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. കാരണം നരേന്ദ്രമോദിയും അമിത്ഷായും നയിക്കുന്ന BJP നേതൃത്വം യുവജന പ്രക്ഷോഭങ്ങളെ ചരിത്രത്തിൽ എന്നും അതീവ ഗൗരവത്തോടെയാണ് കണ്ടിട്ടുള്ളത്. അവ വോട്ട് ബാങ്കുകളെ ബാധിക്കാതിരിക്കാൻ വ്യക്തമായ 4 തന്ത്രങ്ങളാണ് അവർ ഉപയോഗിക്കുന്നത്. പ്രതിഷേധിക്കുന്ന യുവത്വത്തെ തളയ്ക്കാൻ BJP പ്രധാനമായും 4 വഴികൾ സ്വീകരിക്കുന്നു. ക്രഷ്, കോ-ഓപ്റ്റ്, ഡിവൈഡ്, ഡീലെജിറ്റിമൈസ്. അടിച്ചമർത്തുക, കൂടെ കൂട്ടുക, ഭിന്നിപ്പിക്കുക, വിശ്വാസ്യത തകർക്കുക. ഇതിന്റെ ആദ്യ ഇരയായിരുന്നു കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിന്റെ യുവനിരയും. 2011 അണ്ണാ ഹസാരെ സമരത്തിന്റെ കാലം മുതൽ രാഹുൽ ഗാന്ധിയെ ഒരു ജനനേതാവായി വളരാൻ അനുവദിക്കാതെ സോഷ്യൽ മീഡിയയിലെ പപ്പു എന്ന് വിളിച്ച് പരിഹസിച്ച് അദ്ദേഹത്തിന്റെ വിശ്വാസ്യത തകർക്കാൻ വലിയ രീതിയിലുള്ള ക്യാമ്പയിനുകൾ നടന്നു. ഈ തന്ത്രം വിജയിച്ചതോടെ രാഹുൽ ഗാന്ധിയുടെ യുവനിരയിലുണ്ടായിരുന്ന പല പ്രമുഖ നേതാക്കളും പിൽക്കാലത്ത് കോൺഗ്രസ് വിട്ട് BJPയിൽ ചേക്കേറുന്ന കാഴ്ചയാണ് കണ്ടത്. ജ്യോതിരാദിത്യ സിന്ധ്യ, ജിതിൻ പ്രസാദ, RPN സിംഗ്, മിലിന്ദ് ദേവ്ര തുടങ്ങിയ യുവ നേതാക്കളെ BJP തങ്ങളുടെ കൂടെ കൂട്ടി പ്രതിപക്ഷ നിരയെ ദുർബലമാക്കി. മഹാരാഷ്ട്രയിൽ ഇതേ തന്ത്രം തന്നെയാണ് ആദിത്യ താക്കറെക്കെതിരെയും പ്രയോഗിച്ചത്. 2017 ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയെ കടുത്ത പ്രതിരോധത്തിലാക്കിയ 3 യുവ നേതാക്കളായിരുന്നു ഹാർദിക് പട്ടേൽ, അൽപേഷ് ഠാക്കൂർ, ജിഗ്നേഷ് മേവാനി എന്നിവർ. ഇതിൽ പാട്ടീദാർ സമുദായത്തെ ഇളക്കിമറിച്ച് ഹാർദിക് പട്ടേലിനെതിരെ ആദ്യം നിരവധി കേസുകൾ ചാർജ് ചെയ്ത് അടിച്ചമർത്താൻ നോക്കി. എന്നാൽ പിന്നീട് തന്ത്രം മാറ്റി 2022 ഹാർദിക് പട്ടേലിനെയും അൽപേഷ് ഠാക്കൂറിനെയും BJP പാർട്ടിയിലെത്തിച്ചു. അമിത്ഷാ എന്നെ കൊല്ലാൻ നോക്കുന്നു എന്ന് പണ്ട് പ്രസംഗിച്ച ഹാർദിക് പട്ടേൽ ഇന്ന് BJPയുടെ MLA ആണ്. എന്നാൽ BJPയുടെ ഒത്തുതീർപ്പിന് തയ്യാറാക്കാത്ത ജിഗ്നേഷ് മേവാനി ഇന്നും കേസുകളെ നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഇതേ തന്ത്രമാണ് അസമിലെ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ സമരം ചെയ്ത യുവ നേതാക്കൾക്കെതിരെയും പ്രയോഗിച്ചത്. സമരത്തിന് നേതൃത്വം നൽകിയ അരുൺ ജ്യോതി മൊറാൻ, രൂപേഷ് ഗോവാല എന്നിവരെ പാർട്ടിയിലെടുത്ത് മന്ത്രിസ്ഥാനം വരെ നൽകി BJP കൂടെ കൂട്ടി. എന്നാൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതിരുന്ന അഖിൽ ഗൊഗോയിയെ കടുത്ത കരിനിയമങ്ങൾ ചുമത്തി 567 ദിവസമാണ് ജയിലിലിട്ടത്. ഇതാണ് BJPയുടെ വഴി. അനുസരിച്ചാൽ അധികാര കസേര, എതിർത്താൽ ഇരുട്ടറ. യുവ വോട്ടർമാരെ ആകർഷിച്ച ആം ആദ്മി പാർട്ടിയുടെ യുവമുഖങ്ങളായ രാഘവ് ചദ്ദ, സന്ദീപ് പഥക് തുടങ്ങിയ നേതാക്കളെയും കപിൽ മിശ്ര, കൈലാഷ് ഗെഹ്ലോട്ട് എന്നിവരെയും സമാനമായ രാഷ്ട്രീയ സാഹചര്യങ്ങളിലൂടെയാണ് BJP നേരിട്ടത്. അസീം പ്രേംജി യൂണിവേഴ്സിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരം രാജ്യത്ത് 40% വരുന്ന ബിരുദധാരികളായ യുവാക്കൾ ഇന്ന് തൊഴിലില്ലാത്തവരാണ്. അഗ്നിവീർ പദ്ധതി ഗ്രാമീണ യുവാക്കളുടെ സ്വപ്നങ്ങൾ തകർത്തു. ഇതിനെല്ലാം പുറമെയാണ് തുടർച്ചയുണ്ടാകുന്ന പരീക്ഷാ പേപ്പർ ചോർച്ചകൾ. പക്ഷേ ഈ തൊഴിൽ പ്രതിസന്ധികൾക്ക് ശാശ്വത പരിഹാരം കാണുന്നതിന് പകരം അതിലുയരുന്ന രാഷ്ട്രീയ പ്രതിഷേധങ്ങളെ എങ്ങനെ ഒതുക്കാമെന്നാണ് കേന്ദ്ര സർക്കാർ ചിന്തിക്കുന്നത്. സ്വന്തം വോട്ട് ബാങ്കിൽപ്പെട്ട സമുദായങ്ങളെ യുവാക്കൾ സമരം ചെയ്താൽ അവരെ അനുനയിപ്പിക്കാനും കൂടെ കിട്ടാനും ഒരു ഹിന്ദു അവിഭക്ത കുടുംബത്തിലെ കാരണവരെ പോലെ കേന്ദ്രം പെരുമാറും. എന്നാൽ അവർ ജനാധിപത്യപരമായ രാഷ്ട്രീയ മാറ്റം ആവശ്യപ്പെടുമ്പോൾ ഈ മൃദു സമീപനം കടുത്ത അടിച്ചമർത്തലിലേക്ക് മാറും. റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഒന്ന് മാത്രമാണ്: കോക്രോച്ച് ജനതാ പാർട്ടിയുടെയോ അഭിജിത് ദീപ്കയുടെയോ സമരങ്ങളെ BJPയും RSSും ഇപ്പോൾ എതിർക്കാത്തത് അത് നിലവിലുള്ള രാഷ്ട്രീയ സാമൂഹിക വ്യവസ്ഥയ്ക്ക് വലിയ ഭീഷണിയല്ല എന്നവർ കരുതുന്നതുകൊണ്ടാണ്. RSS വക്താവ് സുനിൽ അംബേദ്കർ പോലും യുവാക്കളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ സ്വാഗതം ചെയ്ത് സംസാരിച്ചത് ഇതിനാലാണ്. നേരെ മറിച്ച് കുരുക്ഷേത്രയിൽ കോൺഗ്രസ് നടത്തിയ ഉദ്യോഗാർത്ഥികളുടെ സമരത്തിന് നേരെ ജലപീരങ്കിയാണ് പ്രയോഗിക്കപ്പെട്ടത്. വരും ദിവസങ്ങളിൽ കോക്രോച്ച് ജനതാ പാർട്ടി തങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാനായി സമരമുറകൾ കടുപ്പിക്കുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഈ സഹിഷ്ണുത എത്രനാൾ ഉണ്ടാകും എന്ന് കണ്ടറിയണം. BJPയുടെ തന്ത്രങ്ങളെ അതിജീവിച്ച് രാജ്യത്ത് യുവത്വത്തിന് തങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ കഴിയുമോ എന്ന് കാത്തിരുന്നു കാണാം.